ഇമാട്ടാ മാമ്പ പൈപ്പിട്ടാ. ആ ഒരു രക്ഷയില്ല. ആ വാവ്. പ്രിയപ്പെട്ടവരെ, വയനാട് വന്നതാണ്. അപ്പോൾ നമ്മളെ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ ശ്രീകുമാരനെ കണ്ട് ആളെ വീട്ടിൽ വന്ന് ആളെ വീട്ടിൽ കയറി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാണ്. എനിക്ക് വഴിയില്ലല്ലോ ശ്രീമാട്ടാ. വഴി റോഡുണ്ട്, കാട്ടില്. ഇതാണ് വൈകിട്ട്. ഏതാ? ഇതൊക്കെ എന്ത് മരമാണ് ചേട്ടാ? കാപ്പിയാണോ അത്? ഇവിടെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നോ? അതെ. വൈകുന്നേരം 4:15 ഒട്ടുമ എല്ലാരും ഒഴിപ്പിച്ചുള്ളു. അന്ന് നല്ലൊരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സഹദിനെ പിന്നെ വീണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണ്ട. അപ്പോഴേക്ക് ഈ മാർക്സിസ്റ്റുകാരുടെ നാറിയ കളി കാരണം സഹദ് തോറ്റു. നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് പോകുമ്പോൾ നിങ്ങൾ തോളിൽ കോണാട്ടിട്ട് പോകാൻ നിൽക്കരുത്. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ CPM ഈ പഴയ കോണക നേതൃത്വം കാരണം സഹദ് തോറ്റു. ലീഗിന്റെ അടുത്തേക്ക് ഭരണം പോയി. ലീഗിന് എന്തറിയാം? ലീഗിന് RSS കാരണം എന്തറിയാം? RSS ഹൈന്ദവ സംസ്കാരം അറിയില്ല. ഹിന്ദു മതമല്ല, രാഷ്ട്രീയമല്ല. ഒരു സിന്ധു നദീതട സംസ്കാരത്തിൽ കുടില് കെട്ടി താമസിച്ച മനുഷ്യനാണ്. അവൻ പിന്നെ പാണനും പണിയനും ചെറുമനും പൊലയനും അങ്ങനെ ആക്കി വേർതിരിച്ചു പോയതാണ്. ഹിന്ദുവിന് ആരും ആകാം, പക്ഷെ അവിടുത്തെ ഹിന്ദു ആകാൻ കഴിയില്ല. അവന് കുളിക്കുക, തിരുമണം തിരുമ്പ, മുസ്ലിം സ്വീകരിക്കുക, ക്രിസ്തുമതം സ്വീകരിക്കുക, ബുദ്ധനാകാം. ആരാതെ ഇസ്ലാമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഭയങ്കര പാടാണ് ആ സമയത്ത്. അതെ, ഇവിടെ പൊട്ടിയും നാടകീയ നിമിഷങ്ങളായിരുന്നു. അതായത് എന്ത് പറയാനാണ്, നമ്മളെ ഞാൻ വീട്ടുകാരങ്കലിലുമാണ്, ഒടുവിലുമാണ്. അവിടെ ഓസിറ വന്ന പണ്ടുണ്ടായ പണ്ട് ആ പമ്പട്ടിപ്പാടം ഇറങ്ങിയ സമയത്ത് സിനിമ എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് കഥയുള്ള സിനിമയാണ്. ഇത് വെറുതെ കാരക്കൂസല്ല സിനിമ. മറ്റേ പടം വരുന്നുണ്ടല്ലോ വയനാട് വഴി കെട്ടിയെങ്കിലേ അവിടെ അല്ലേ കരിന്തണ്ടൻ. പക്ഷെ കരിന്തണ്ടന്റെ സിനിമയുടെ ബാക്ക് ഹൈന്ദവ അതുണ്ടല്ലേ? അതാണ് അത് ഇതായിട്ട് നിക്കണത് അല്ലേ? അത് ഡയറക്റ്റ് ചെയ്യണത് ഇവിടുത്തെ ലീല എന്ന് പറഞ്ഞൊരു പെണ്ണാണല്ലോ. അതാ വേഷം മാറി ഒരു വേഷം മാറി വരില്ലേ? ആ ഓക്കെ. അത് നിങ്ങൾ എങ്ങനെ വീഴ്ത്തണോ അവർക്കറിയാം. അതാണ് ഇപ്പൊ കരിന്തണ്ടനെ കാട് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സ്ഥലത്തൂടെ മുൻപിട്ടുള്ളത്. വരാവുന്ന ഏറ്റവും ഹൈറ്റിലാണുള്ളത്. കണ്ടോ, താഴെ നിങ്ങൾ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ. ആന ഇറങ്ങും. ആന രുചിയിടുന്ന ഭക്ഷണം കഴിച്ചിട്ട് രുചിയിടുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ